ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യം, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ നേരത്തെ തന്നെ വകുപ്പ് തല നടപടികൾ എടുത്തിരുന്നു. ആ നടപടി പുനഃപരിശോധിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ആ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, തുടർ നടപടി ഈ പ്രക്രിയയ്ക്ക് ശേഷം എന്താണ് എന്ന് തീരുമാനിക്കുമെന്ന്. ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 146 പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക, പിരിച്ചുവിടുക എന്നുള്ളതാണല്ലോ. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ അതിന്റെ ഡ്യൂ പ്രോസസ്സ് പാലിക്കണ്ടേ? നടപടിക്രമങ്ങൾ പാലിക്കാതെ പിരിച്ചുവിടുകയാണ് എങ്കിൽ ഇവർക്ക് അനായാസം നിയമ സംവിധാനങ്ങളെ സമീപിക്കാനും അതുവഴി അവരുടെ തൊപ്പി തിരികെ കിട്ടാനും സാധിക്കും. എന്നിരിക്കെ ഈ കാര്യത്തിലെ ഡ്യൂ പ്രോസസ്സ് നടക്കട്ടെ എന്ന് വെച്ചാൽ പോലെ ഇപ്പൊ സമരം ചെയ്ത് ഇപ്പൊ തന്നെ പിരിച്ചുവിടണമെന്ന് പറയുന്നതിൽ യുക്തിയുണ്ടോ? ഒന്നാമത്തെ കാര്യം ശ്രീ അഭിലാഷ്, ഈ സംഭവം നടന്നത് 2023-ലാണ്. ഇത് ഇന്നലെ നിയമസഭ തുടങ്ങുന്നതിൻ്റെ തലേദിവസം രാത്രി നടന്ന സംഭവത്തെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. 2 കൊല്ലം ഒരു ഡ്യൂ പ്രോസസ്സിന് സമയമുണ്ടായിട്ട് ആ 2 കൊല്ലവും അത് ചെയ്യാതെ വന്നപ്പോഴാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. 2 കൊല്ലവും ഇവരിത് ചെയ്യുന്നില്ല എന്ന് കണ്ട് നീണ്ട നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിനുള്ളിൽ ഒരു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തെ മർദ്ദന ദൃശ്യം വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നപ്പോഴാണ് ഇവർ ഈ ആദ്യം നടപടി എടുത്തു എന്ന് പറയുന്ന സസ്പെൻഷൻ നടപടി എടുത്തത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ 2 കൊല്ലത്തിന് മുമ്പ് തന്നെ, 2 കൊല്ലത്തിൽ 1 കൊല്ലം മുമ്പ് തന്നെ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ പോലീസ് കമ്മീഷണർ റിപ്പോർട്ടുണ്ടായിട്ടും ഇതേവരെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ ഡ്യൂ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ സർവീസ് കാലാവധി കഴിയുന്ന ദിവസം വരെ ഈ നടപടി നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂ പ്രോസസ്സ്. ആ ഡ്യൂ പ്രോസസ്സിന് വഴങ്ങിക്കൊടുക്കാൻ പ്രതിപക്ഷത്തിന് സാധ്യമല്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മെസ്സേജ്. ആ മെസ്സേജ് തന്നെയാണ് ഞങ്ങളിന്ന് പറഞ്ഞതും. അപ്പം അതുമാത്രമല്ല, എന്താണ് ഈ സസ്പെൻഷൻ നടപടി കൊണ്ട് ഇവർക്ക് കിട്ടുന്ന എന്താണ്? ഇവരുടെ നടപടി എന്താണ് അഭിലാഷേ? പകുതി കാശ് മേടിച്ച് വീട്ടിലിരുന്ന് പുട്ടടിക്കാമെന്നുള്ളതല്ലാതെ എന്താണ് ഇവർക്കെതിരെയുള്ള നടപടി? എന്താണ്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരി സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. എന്താണ്? KSU-SFI സംഘർഷം നടന്ന് ചരിത്രത്തിൽ ആദ്യമായി ഒരു KSU-SFI സംഘർഷത്തിൽ KSU പ്രവർത്തകരുടെ തലയിലൂടെ കറുത്ത മൂടി അടിയിച്ച് കയ്യാമം വെച്ച് കോടതി മുറിയിലേക്ക് വന്നു. വലിയ സമരങ്ങളുണ്ടായി. കോടതിയിലെ മജിസ്ട്രേറ്റ് തന്നെ ചോദിച്ചു, എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. എന്താണ്? റോബറി കള്ളക്കേസ് ഉണ്ടാക്കി ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ റോബറി എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ, SFI-കാരന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മൊബൈൽ ഫോൺ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എന്ത് നടപടിയാണ് എടുത്തത്? ഒരു നടപടി എടുത്തു. എന്താണെന്നറിയോ? വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. എന്ന് പറഞ്ഞാൽ അതിനെ നടപടി എന്നാണോ പറയുന്നത്, പ്രൊമോഷൻ എന്നാണോ പറയുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിൽ നടന്നു വരുന്ന നടപടിക്രമങ്ങളാണ് എന്നുള്ളതാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ക്യാമ്പയിനിങ്ങിന്റെ വിഷയം. കേരളത്തിൽ കഴിഞ്ഞ 8 കൊല്ലം 2016-നും 2024-നും ഇടയ്ക്ക് 17 കസ്റ്റഡി മരണം നടന്നു എന്ന് പറയുന്നത് ഞങ്ങളല്ല. ഈ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, NCRB-യുടെ റിപ്പോർട്ട് അനുസരിച്ച് ലോക്സഭയിൽ സമർപ്പിക്കപ്പെട്ട രേഖയിൽ പറഞ്ഞതാണ് 17 കസ്റ്റഡി മരണം നടന്നു വന്ന്. എന്നിട്ട് എന്തുണ്ടായി? ഈ കേരളത്തിൽ എത്രയോ അധികം പരാതികൾ വന്നു. അത് കോൺഗ്രസ്സുകാർ മാത്രമാണ് പരാതി പറഞ്ഞത്. ഇപ്പൊ ഇന്ന് മുഖ്യമന്ത്രി അടൂരിലെ വിഷയം പറഞ്ഞു. അടൂരിലെ വിഷയം ഞങ്ങളല്ലല്ലോ ഉന്നയിച്ചത്. അടൂരിലെ വിഷയം DYFI-യുടെ മേഖലാ സെക്രട്ടറിയുടെ മാതാപിതാക്കൾ പറയുകയാണ്. CPM-ന്റെ അഴിമതി പുറത്തു വരുന്നത് കാരണമാണ് ആ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്ന് ആ മാതാപിതാക്കൾ പറയുകയാണ്. ഒരു ലോക്കൽ സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇട്ടില്ലേ? ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ ആദ്യം കൂമ്പിനിട്ടാണ് ഇടി കിട്ടുന്നതെന്ന് ഒരു SFI-യുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞില്ലേ? എന്നെ മർദ്ദിച്ച പോലീസുകാരൻ ഇപ്പോഴും സുഖലോലുപമായി പോലീസ് സേനയിൽ വാഴുകയാണെന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, നന്മമരങ്ങളായി ഫേസ്ബുക്കിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന പോലീസുകാരുടെ യഥാർത്ഥ മുഖം CCTV വിഷ്വലിലൂടെ പുറത്തു വന്നപ്പോൾ ഭൂതകാല സ്മരണകളിലേക്ക് പോയി പഴയ കാലങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ അഭിലാഷേ, ഈ മുഖ്യമന്ത്രി പറയുന്ന സംഭവം നടത്താൻ 50 കൊല്ലം കഴിഞ്ഞു. ഇത് 2025-ആണ്. ആദ്യം അതോ ആലോചിക്കണം. മുഖ്യമന്ത്രിയും ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരൊക്കെ 2025-ൽ നിന്ന് 960-ലെയും 970-ലെയും ഭൂതകാല സ്മരണകൾ ഇവിടെ പറയാൻ പോയാൽ ആ സ്മരണകൾക്ക് ഒരുപാട് അർഹതകൾ പറയാനുണ്ടായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭൂതകാല സ്മരണകളല്ല വേണ്ടേ. ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ നടപടിയാണ് ആവശ്യം. ആ നടപടി എടുക്കുന്നവരെ ഞങ്ങൾ സമരം കൂത്തുണ്ടാവും.